ക്രഷ് രചന നീലാംബരി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഈ അഡ്രസ് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല തങ്ങൾക്ക്. വിശ്വനാഥന്റെ വീട് അറിയാനായിട്ടാണോ? രുദ്രദേവിന്റെ നീക്കങ്ങളെല്ലാം അറിയാവുന്ന തങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ചതി മനസ്സിലാക്കാൻ കഴിയാതെ പോയത്? രുദ്രദേവും വിശ്വനാഥും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ പറ്റിയുള്ള ചെറിയൊരു ക്ലൂ എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ പ്രശ്നം ഇത്ര വഷളാകാതെ അന്ന് തന്നെ മുളയിലെ നുള്ളിയേനെ തങ്ങൾ. അഡ്രസ്സിന്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. എന്തായാലും കാര്യം അറിഞ്ഞല്ലോ. അപ്പം അങ്ങോട്ട് പോയി തേടി പിടിച്ച തന്നെയാ. അതും രുദ്രേട്ടൻ തന്നെ. താൻ പോയിക്കോ. ഞങ്ങളായിട്ട് അങ്ങേരോടൊന്നും പറയില്ല. അതുപോലെ താനും പറയരുത്. കള്ളു വയറ്റി ചെല്ലുമ്പോൾ വല്ലതും വിളിച്ച് പറയാൻ തോന്നിയാ പിറ്റേ ദിവസം കഴുത്തിൽ തലകാണിൽ നോർത്താൻ നല്ലതാ. മധു പാനിന്റെ പോക്കിൽ നിന്ന് കുറച്ച് പണം എടുത്ത് അയാളുടെ ഷർട്ടിന്റെ പോക്കിൽ തിരികെ. നിഷേധിക്കാൻ കഴിയാത്ത വിധം ഒരു ഭയമാണ് ആ പണം സ്വീകരിക്കാൻ അയാളെ പ്രേരിപ്പിച്ച്. ഇരുവരും പിന്നീട് പാഞ്ഞുപോയത് രാജലക്ഷ്മിയുടെ വീട് ലക്ഷ്യമാക്കിയായിരുന്നു. വീടൊക്കെ അറിയാം, പക്ഷേ ഇപ്പോൾ അവിടുത്തെ അന്തേവാസികളെ പറ്റി യാതൊരു ഐഡിയയുമില്ല. ആദ്യം രാജലക്ഷ്മിയുടെ മകളെ കണ്ടെത്തണം. അവൾ മാൻഷനിൽ കാലൂത്താൻ പാടില്ല. അതായിരുന്നു അവരുടെ മനസ്സിൽ. ഒപ്പം രഘുറാമനെയും ഗുണ്ടുകളെയും കൂട്ടാനും അവർ മറന്നില്ല. വിച്ചുട്ട, ഒന്നും ഓർത്ത് വിഷമിക്കരുത്. അച്ഛയുടെ കാര്യങ്ങൾ നോക്കാൻ ഞാനൊരു ബൈസ്റ്റാൻഡർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൊച്ചേച്ചിക്ക് വേറെ നിവൃത്തിയില്ലായിട്ടാ മോനോട് ബാഗും സാധനങ്ങളും എടുത്തു വരാൻ പറഞ്ഞ്. വീട്ടിൽ കയറാൻ കഴിയാത്ത അവസ്ഥയാണ്. ചേച്ചി ഹെൽപ്പ് ചെയ്തതിന് ചെറിയ തല്ലിയോ മറ്റോ ചെയ്താൽ മോൻ തിരിച്ചൊന്നും പറയാൻ നിൽക്കരുത്. നന്നായി പഠിക്കണം. കാശിന് ആവശ്യം വന്നാൽ കൊച്ചേച്ചിയെ വിളിക്കാൻ മറക്കരുത്. ആരെയും പേടിച്ചിട്ട് ഒളിച്ചോടുന്നല്ല കൊച്ചേച്ചി. അടുത്ത മാസം മുതൽ മുടങ്ങാതെ പലിശ അടക്കണം. അതിന് കൊച്ചേച്ചിക്ക് ഒരു ജോലി അത്യാവശ്യമാണ്. എറണാകുളത്തേക്ക് പുറപ്പെടാൻ നേരം വസ്ത്രങ്ങളടങ്ങിയ ഏകയുടെ ബാഗ് വീട്ടിൽ നിന്ന് ആരും കാണാൻ എടുത്തുകൊണ്ട് വന്ന് വിവേകായിരുന്നു. ഒപ്പം ഐഷുവും. വിവേകിനോട് സംസാരിച്ച ശേഷം ഏക ഐഷുവിന് നേരെ തിരിഞ്ഞു. ഐഷു, മോൾ അമ്മ പറയുന്നത് കേൾക്കണം. ആവശ്യമില്ലാതെ കൂട്ടുകാരത്ത് കറങ്ങിടക്കരുത്. എന്തുണ്ടെങ്കിലും കൊച്ചേച്ചി വിളിക്കാൻ മറക്കരുത് കേട്ടോ. തികഞ്ഞ പുച്ഛം മാത്രമായിരുന്നു ഐഷുവിനപ്പോൾ. വൈകുന്നേരം ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയതാണ് വിവേകും ഐഷുവും. ഐഷുവിന്റെ ഫോണിൽ വിളിച്ചാണ് വിവേകിനോട് തന്റെ വസ്ത്രങ്ങളടങ്ങിയ ബാഗുമായി വരാൻ ഏക ആവശ്യപ്പെട്ടത്. വീട്ടിലിറങ്ങിയ നാടകങ്ങളൊന്നും ഇരുവരും അറിഞ്ഞവുമില്ല. ചേച്ചിയെ കാണാനുള്ള മോഹം കൊണ്ടൊന്നും ആയിരുന്നില്ല. മറിച്ച് ബാഗും പാക്ക് ചെയ്ത് ഏക എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഐഷു വിവേകിനൊപ്പം ജംഗ്ഷൻ വരെ പോയത്. കൊച്ചേച്ചി എന്തൊക്കെയാ പറയുന്നത്? അമ്മന്തിനെ തല്ലുന്നേ? വിവേക് അതിശയബാധയിൽ ചോദിക്കുമ്പോൾ ഇന്നത്തെ ദിവസം വീട്ടിൽ വന്ന കാര്യങ്ങളൊക്കെ ഏക വിച്ചുവിനോടും ഐഷുവിനോടും പറഞ്ഞു. അപ്പോഴും രാധാമണിയും പുരുഷോത്തമനും തമ്മിലുള്ള ബന്ധം മാത്രം അവൾ പുറത്തു പറഞ്ഞില്ല. ഐഷുവിന് കാര്യങ്ങളെല്ലാം അറിയാമെന്ന് അവൾ ഊഹിച്ചു. താൻ സത്യങ്ങളെല്ലാം പറഞ്ഞാൽ വിവേക് ഒരുപക്ഷെ താങ്ങില്ലെന്ന് അവൾക്ക് തോന്നി. അറിയുമ്പോൾ അറിയട്ടെ എന്ന് അവളും കരുതി. അച്ഛനെന്ന് വിളിച്ച് താൻ കയ്യിൽ തൂങ്ങി നടക്കുന്ന മനുഷ്യനല്ല ശരിക്കുള്ള തൻ്റെ അച്ഛനെന്നറിയുമ്പോൾ ഏതു മകനാണ് അതൊക്കെ സഹിക്കാൻ കഴിയുമെന്ന് ഓർത്തു അവൾ. എല്ലാം അറിയുമ്പോൾ സഹിക്കാനുള്ള മനക്കരുത്ത് ദൈവം അവന് കൊടുക്കട്ടെ എന്ന് അവളും പ്രാർത്ഥിച്ചു. ഐഷു അപ്പോഴും മുഖം കൂട്ടിവെച്ച് തന്നെ നിന്നു. ഇടയ്ക്കിടയ്ക്ക് ഐഷുവിനെ ശാസിക്കാറുണ്ടെങ്കിൽ പോലും ഏക ഐഷുവിനെ ജീവനായിരുന്നു. വളർന്നു വലുതായപ്പോൾ ഐഷു വർഗ്ഗഗുണം കാണിക്കുമെന്ന് അവൾ ഓർത്തില്ല. ഏക ഓട്ടോയിൽ കയറി റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്രയിരിക്കും നോക്കുന്ന ശേഷം ഐഷു വിവേകിന് നേരെ തിരിഞ്ഞു. വീട്ടിലേക്ക് വാങ്ങി അമ്മയോട് ഞാനെല്ലാം പറയുന്നുണ്ട്. കൊച്ചേച്ചി അമ്മയെ പേടിച്ച് ഒളിച്ചോടിയതാ. നമുക്ക് ആകെ ഉണ്ടായിരുന്ന സ്വത്തുക്കളാ ആ വീടും പറമ്പും. അതിന്റെ ആധാരം കൊണ്ട് കടന്നറിഞ്ഞാ കൊച്ചേച്ചി. എന്നിട്ട് നിന്നെ കൊണ്ട് തന്നെ ആരും അറിയാ ബാഗും സാധനവും കടത്തുകയും ചെയ്തു. കള്ളി. പള്ളിയടിച്ച് ഏക പോയ വഴിയെ നോക്കി വിവേകിനെ ഭീഷണിപ്പെടുത്തി ഐഷു. നീ പൊടി, ചേച്ചി ചെയ്ത് നമ്മുടെ അച്ഛയ്ക്ക് വേണ്ടിയാ. ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നു നീ കൂടി ഇങ്ങനെ ചെയ്യുള്ളൂ. നീയാ കള്ളി. കുഞ്ഞുനാൾ നിനക്ക് കൊച്ചേച്ചിയോട് എന്ത് സ്നേഹമായിരുന്നു. ഇപ്പൊ അമ്മയ്ക്ക് വലിയച്ചിക്ക് ഒപ്പം കൂടി നീ പെരും കളിയായി. അച്ഛയോടും കൊച്ചേച്ചിയോടും നിനക്കൊരു സ്നേഹമല്ല. വിവേകിന് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. അവനവന്റെ കൊച്ചേച്ചിയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരും. ഒന്ന് പോടാ ചെക്ക, നീ അറിയാത്ത പലതുണ്ട്. ആ എല്ലാം താമസിയാതെ അറിയുന്നേ. അപ്പൊ നീയും ഞങ്ങളൊപ്പം ചേർന്നുള്ളൂ. അതിൻ്റെ ഒരു കൊച്ചേച്ചി. എല്ലാം പോയല്ലോ എന്റെ ദൈവമേ. ആ ഒരുമ്പൊട്ടോളം എവിടെ പോയി തപ്പാനാ നമ്മളിനി? രാധാമണി ചുമരിൽ ചാരിന്ന് കരയുകയാണ്. ഓപ്പറേഷനുള്ള പാതി കാശ് അവൾ ഹോസ്പിറ്റലിൽ അടച്ചു കഴിഞ്ഞു. പോരായത്തിന് അങ്ങേരെ നോക്കാൻ ആള് ഏർപ്പാടാക്കി. എല്ലാം ഈ വീടും പറമ്പും പണയപ്പെടുത്തിയ പണം കൊണ്ടാണെന്ന് ഓർക്കുമ്പോഴോ അയ്യോ. രാധാമണിക്ക് ഓരോന്നോർക്കെ സഹിക്കുന്നുണ്ടായിരുന്നില്ല. ആറ് വീണ്ടും ഓരോന്ന് പദം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു. നിങ്ങളൊന്ന് അടങ്ങ്, ചോദിക്കാം. അവളെങ്ങ് വരട്ടെ. അവളുടെ സാധനങ്ങളെല്ലാം മുറി തന്നെ ഇല്ലേ? അതെല്ലാം കളഞ്ഞിട്ട് അവളെവിടെ പോവാനാ? ആളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് പുരുഷോത്തമൻ പറഞ്ഞു. ഇനി അവളെ അമ്മ വീട് അന്വേഷിച്ച് പോയിട്ടുണ്ടാവോ? അങ്ങനെ വല്ലതും സംഭവിച്ചാ നമ്മളെ വച്ചേക്കിലെ വർമ്മ കുടുംബം. അരവിന്ദ് പറഞ്ഞു. രാധാമണി ഈർഷ്യയുടെ അവനെ നോക്കി. എന്താ നിങ്ങൾ രണ്ടുപേരെയും നാക്ക് കാരണം? വായിൽ വന്ന് നിങ്ങൾ വിളിച്ചു പോയിതും പോരാഞ്ഞ് അവളെ ദേഷ്യം പിടിപ്പിക്കുക ഓരോ വൃത്തിയോട് പറഞ്ഞ് നീ അരവിന്ദ. എന്നിട്ട് എന്തായി? പെടലിൽ ഉളുക്കിരിക്കേണ്ടി വന്നില്ലേ നിനക്ക്? പിന്നെ ഒരു പീറ പെണ്ണ് ചവിട്ടിയെ ഉളുക്കുന്നാണല്ലോ എന്റെ പെടലി. അരവിന്ദ് പെടലി ഒഴിഞ്ഞുകൊണ്ട് പറയുമ്പോൾ അവന്റെ മുഖത്ത് പാഞ്ഞേറിയ വേദന ആരും കാണാതിരിക്കാൻ പ്രയാസപ്പെട്ടു അവൻ. കേവലം ഒരു ഞരന്തുപിടിന്റെ ചവിട്ടിൽ നാശമായത് തന്റെ കഴുത്ത് മാത്രമല്ല, മറിച്ച് അഭിമാനം കൂടിയാണ്. ഏകയെ ജീവനോടെ കൊളുത്തിക്കൊല്ലാനുള്ള കലി അരവിന്ദനിൽ നിറഞ്ഞു കയറി.
പാത്തും പതുങ്ങി അകത്തേക്ക് കയറുന്ന വിവേക് പെട്ടെന്ന് എല്ലാവരെയും കണ്ടൊന്ന് പരിങ്ങി. എന്താടാ നീ എന്താ നിന്ന് പരിങ്ങുന്നേ? ആശുപത്രിയിൽ വന്നിട്ട് നീ ഇപ്പൊ എവിടെ പോയതാ? വിവേകിനെ നോക്കി രാധാമണി ചോദിച്ചു. ദയനീയ ഭാഗത്തിലൊന്നും പറയതേ എന്ന അർത്ഥത്തിൽ അവൻ കെഞ്ചിക്കൊണ്ട് ഐശുവിനെ നോക്കിപ്പോയി. എന്നാൽ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയായിരുന്നു ഐശു. ഞാനൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയതാ, ഒരു നോട്ട് ബുക്ക് വാങ്ങാൻ. വിവേകവതിയെ പറഞ്ഞു. ഏത് ഫ്രണ്ട്? നിനക്കതിനൂടെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലല്ലോ. വിദ്യ അവനെ വിടാനുള്ള ഉദ്ദേശത്തിലായിരുന്നില്ല. അവസരം കിട്ടിയ പോലെ ഐഷ അവിടെ ഇടപെട്ടു. ചുമ്മാ പറയാമേ, കൊച്ചേച്ചിക്ക് ബാഗ് കൊണ്ടെടുക്കാൻ പോയതാ ഇവൻ. കൊച്ചേച്ചിക്ക് എറണാകുളത്ത് ജോലി കിട്ടി. ഞാൻ കണ്ടതാ ഇവൻ ബാഗ് പാക്ക് ചെയ്ത് ഇറങ്ങിപ്പോന്ന്. അതുകൊണ്ട് കാര്യം അറിയാൻ ഞാനും കൂടെ പോയി. ഓഹോ, അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? നിന്നെ ഞാൻ കൊല്ലുവടാ. കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് വിവേകിനടുത്തേക്ക് പാഞ്ഞു രാധാമണി. എന്നാൽ പുരുഷോത്തമൻ രാധാമണി ഇത്രയും സ്വാതന്ത്ര്യത്തോടെ തടയുന്നേണ്ട വിവേകിനെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. ഇവരൊക്കെ എന്താ ഇവിടെ? അച്ഛയില്ലാത്തപ്പോ ഇവരെന്തിനാമേ നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കുന്നേ? വിവേകിന്റെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ രാധാമണിയുടെ ദേഷ്യമൊക്കെ വന്ന വഴിയെ പാഞ്ഞുപോയി. ബന്ധം പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നത് ചില്ലറ കാര്യമൊന്നുമല്ലല്ലോ. ഈ ചൂടനെങ്കിൽ വന്നേ. അച്ഛൻ അല്ല, ഞാനെല്ലാം പറഞ്ഞു മനസ്സിലാക്കി തരാം, വാ. വിവേകിന്റെ തോളിലൂടെ കൈയിട്ടുണ്ട് ചേർത്ത് പിടിക്കാനോ ശ്രമം നടത്തി പുരുഷോത്തമൻ. പെട്ടെന്നാണ് ഡോറിൽ ശക്തിയിൽ ആരോ കൊട്ടുന്ന ശബ്ദം കേട്ടത്. എല്ലാവരും ഞെട്ടിക്കൊണ്ട് അടഞ്ഞു കിടക്കുന്ന വാതിലേക്ക് തന്നെ നോക്കി നിന്നു. പുറത്ത് രഘുറാമും കൂട്ടരും ആയുധങ്ങളുമായി അക്ഷമയോടെ കാത്തു നിന്നു. ആര് ഈ നേരത്ത്? അങ്ങേരെ ആശുപത്രിയിലായതറിഞ്ഞ ആരെയും വിവരം ചോദിച്ചു വരുന്ന. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ രണ്ടാളും അകത്തേക്ക് അങ്ങാരും മാറി നിൽക്ക്. നിങ്ങൾ രണ്ടാളെ ഈ വീട്ടിൽ അസമയത്ത് കണ്ടിട്ട് തെറ്റിദ്ധാരണയൊന്നും ഉണ്ടാവണ്ട. അല്ലെങ്കിൽ തന്നെ നാളെ ഒരു സമയം പുരുഷന് ഈ വീട്ടിൽ കയറി താമസിക്കാനുള്ളതാ. ഇപ്പോഴേ കണ്ടാൽ നാട്ടുകാരെന്ത് കരുതും? തന്റെ അമ്മ വിളിച്ചു പറയുന്നതിന്റെ പൊരുൾ മനസ്സിലാവാതെ പകച്ചു നിന്നുപോയി വിവേക്. അച്ഛനൊന്ന് ഹോസ്പിറ്റലായപ്പോഴേക്കും ഈ വീട്ടിലുള്ളവർ എന്തൊക്കെയാണ് പറയുന്നതും പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നു. തന്റെ കൊച്ചേച്ചി ആക്രമിക്കാൻ പോലും രണ്ട് പുരുഷന്മാർ തന്റെ വീട്ടിൽ കയറി കൂടിയിരിക്കുന്നു, അതും അമ്മയുടെ അനുമതിയോടെ. ആരൊക്കെയാണ് ഇവരൊക്കെ? വിശ്വനാഥൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ കുറെ നാളുകൾക്ക് ശേഷം തന്റെ മുൻ ഭർത്താവ് തിരികെ വന്നു എന്ന വ്യാജേന പുരുഷോത്തമനെ വീട്ടിൽ കയറി താമസിപ്പിക്കുക എന്ന പ്ലാൻ നടപ്പിലാക്കണമെങ്കിൽ പരിസരവാസികളോ നാട്ടുകാരോ ഒന്നും പുരുഷോത്തമനെ ഇപ്പോൾ കാണാൻ പാടില്ല. അതായിരുന്നു അവരുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ പുരുഷോത്തമനെ അരവിന്ദിനെ അടുക്കള വരാതിൽ തള്ളിവിട്ട ശേഷം രാധാമണിയാണ് മുൻവാതിൽ തുറന്നത്. കട്ടിളിൽ കൈകുത്തി ഗൗരവത്തോടെ നിന്ന് രഘുറാമിനെ കണ്ടതും ചോദ്യപാത്രത്തിൽ അയാളെ നോക്കി രാധാമണി. എന്നാൽ വാതിൽ തുറന്ന നിമിഷം തന്നെ രഘുറാമും അയാളുടെ 3 ഗുണ്ടകളും രാധാമണിയെ തള്ളിമാറ്റി അകത്തേക്ക് കടന്നിരുന്നു. തങ്ങളെ ആരും കാണാൻ പാടില്ലെന്ന കാരണത്താൽ മധുവും രാജഗോപാലും ദൂരെയായി പതുങ്ങി നിന്നു. രാജലക്ഷ്മിയുടെ മകളെ നേരിൽ കാണണമെന്നായിരുന്നു ഇരുവരുടെയും ലക്ഷ്യം. ഒപ്പം ഈ വീട്ടിലുള്ളവരുടെ മനസ്സിലിപ്പം മനസ്സിലാക്കണം. എന്നാൽ ഇതിനൊക്കെയും പിന്നിൽ തങ്ങളാണെന്ന് ആരും അറിയാനും പാടില്ല. അയ്യോ, നീയൊക്കെ ആരാടാ? ചുമ്മാ തള്ളിയും കയറുവാണോ? ആരുടെ വീടാന്ന് എഴുതിയാളാ നീയൊക്കെ അകത്തേക്ക് കയറിയത്? ധൈര്യം സംഭരിച്ച് രാധാമണി ഒച്ചെടുക്കുമ്പോൾ വിദ്യ ഐഷവും ഭയത്തോടെ അവിടെ പിന്നിലായി ഒളിച്ചു. വിവേക് മാത്രം 1-2 നിമിഷം പകച്ചതിന് ശേഷം ഭയത്തോടെ തന്നെ അവരോട് ചോദിച്ചു, ആരാ നിങ്ങൾക്ക് എന്താ വേണ്ടേ? വിറച്ചുകൊണ്ടുള്ള വിവേകിന്റെ ചോദ്യത്തിൽ രഘുറാമ അവനെ അടിമുടി നോക്കി. മാറിക്കട ചള്ളിയേക്ക, നിന്നെന്തായാലും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് വേണ്ട വലിയ വീട്ടിലെ കോടീശ്ശേരിയാ. രണ്ടാനമ്മയുടെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന ഈ 2 എണ്ണത്തിൽ ഒന്നിനെ. അവ സമയം കളയുന്നില്ല. പറയാളെ, നിന്റെ പുറകിൽ നിൽക്കുന്നില്ല ഏതാ നിന്റെ വളർത്തുപുത്രി? പറഞ്ഞിട്ട് നിന്റെ വയറ്റിൽ കുരുത്തിന് അങ്ങോട്ട് മാറ്റി നിർത്തിക്കുവാണെങ്കിൽ. രഘുറാമിന്റെ ആക്രോശം കേട്ട് എല്ലാവരും ഒരുപോലെ ഭയന്നു. വളർത്തുപുത്രിയോ? ഇവർ രണ്ടും എന്റെ മക്കൾ തന്നെയാ. നീയൊക്കെ ആരാ? നിങ്ങൾക്ക് വീട് മാറിയതാവും. ഭയത്തോടെയാണെങ്കിലും രാധാമണി വല്ലവിധനെയും പറഞ്ഞൊപ്പിച്ചു. വീടൊന്നും മാറിയിട്ടില്ലതല്ലേ. നീ വിശ്വനാഥന്റെ 2ാം കിട്ടിയോളല്ലേ. എനിക്ക് വേണ്ട വിശ്വനാഥന്റെ ആദ്യബന്ധത്തിലെ മോളെയാ, രാജലക്ഷ്മിയുടെ മോളെ. ഇനി ഇത് രണ്ടും നിന്റെ മോളാണെന്ന് പറഞ്ഞ അമ്മച്ചി കളിക്കുന്ന എല്ലാത്തിനെയും ഒന്ന് കുഴിച്ചു പോണു ഞാൻ. കയ്യിൽ നിന്ന് കത്തിയും കൊണ്ട് രഘുറാം പറയുന്ന കേട്ടതും വിദ്യ ഐഷു നിലവിളിച്ചുകൊണ്ട് രാധാമണിയെ കൂടുതൽ പിന്നിലേക്ക് ഒതുക്കി പിടിച്ചു. വിവേകും ആകെ ഭയന്നു പോയിരുന്നു. തന്റെ കൊച്ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നെങ്കിലെന്നും ഉണ്ടാവാൻ പാടില്ലെന്നും ഒരുപോലെ ചിന്തിച്ചു പോയി അവൻ. അവളെന്തിനാ നിങ്ങൾക്ക്? അവള് നിങ്ങളായിട്ട് എന്താ ബന്ധം? ഏകയെ അന്വേഷിച്ചു വന്നവരാണ് ഇവരെന്ന് രാധാമണിക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. കത്തിയുടെ കൂർത്ത ഭാഗം നെറ്റിയിൽ ഉരസിക്കൊണ്ട് രഘുറാം ഒന്ന് അട്ടഹസിച്ചു. ഞാനുമായിട്ടൊരു ബന്ധവുമില്ല. സിനിമാ നടൻ വൈരിന്റെ സ്വയംവരം നടക്കാൻ പോവാ. അതിലൊരുത്തി നിന്റെ വളർത്തുമകളല്ലേ. എന്താ തളേ നിനക്കൊന്നും അറിയാത്ത പോലെ പെരുമാറുന്ന? അവളെ കാര്യമായിട്ട് എനിക്കൊന്ന് കാണണം. പേടിക്കണ്ട, കൊല്ലില്ല. പക്ഷേ ഒന്ന് ഉപദേശിക്കാറുണ്ട്. വലിയ വീട്ടിലെ പെമ്പിളേരി വിവാഹത്തിന് തയ്യാറായി നിരന്ന് നിൽക്കുന്നതിനിടയിൽ കുപ്പത്തൊട്ടിയിൽ ജനിച്ചവള് പോയി നിൽക്കാൻ പാടില്ല. അതാ ഞങ്ങൾക്ക് അവളോട് പറയാനുള്ളത്. ഇനി പറ, ഇതിലാരാ പെണ്ണ്? ഒന്ന് കറങ്ങി ചുറ്റി രഘുറാം വീണ്ടും രാധാമണിയുടെ മുമ്പിൽ തന്നെ വന്നു നിന്നു. രാധാമണി ഭയത്തോടെ അയാളുടെ പുറകിൽ നിൽക്കുന്ന ഗുണ്ടുകളെയും മാറി മാറി നോക്കി. കാര്യങ്ങൾ ഏറെക്കുറെ രാധാമണിക്കും പിള്ളേർക്കും മനസ്സിലായി.
അടുക്കള ചായ്പിൽ നിന്നെല്ലാം കേട്ടുകൊണ്ടുന്ന പുരുഷോത്തമൻ അരവിന്ദനും മുഖത്തോട് മുഖം നോക്കി. ആർക്ക് ഏറെക്കുറെ എല്ലാം പിടികിട്ടിയിരുന്നു. എടാ അരവിന്ദേ, എനിക്കൊരു ബുദ്ധി തോന്നടാ. ധൈര്യം സംഭരിച്ചേ മതിയാവും. ഏതോ വലിയ വീട്ടിലെ കൊട്ടേഷനാ. വർമ്മ കുടുംബത്തിൽ നിന്ന് വന്ന് ആ ഏകയെ ഭീഷണിപ്പെടുത്താൻ വർമ്മ കുടുംബത്തിൽ ആരോ ഏർപ്പാടാക്കിയ കൊട്ടേഷൻ. അപ്പൊ ആ കുടുംബത്തിൽ ഏകക്കുള്ള സ്ഥാനം ചെറുതൊന്നുമല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ കേട്ടില്ലേ? ആ പെണ്ണിന്റെ പേര് പോലും വന്നന്മാർക്ക് അറിയില്ല. അതിനർത്ഥം അവൾ ആരാന്ന് വർമ്മ കുടുംബത്തിൽ ആർക്കും അറിയില്ലെന്ന സാരം. ഒന്ന് തെളിച്ചു പറയുമാവ. ആകെ ഭയന്നിരിക്കുന്ന അവസ്ഥയിൽ അയാൾ എന്താണ് പറയുന്നത് അറിയുന്നതിന് മനസ്സിലായില്ല. എടാ പൊട്ട, ഞാൻ കരുതിയത് ഏക്ക് മാത്രമേ അവിടെ അമ്മ വീട്ടുകാരെ അറിയാതെ ഉള്ളൂ എന്നാ. ഇപ്പൊ മനസ്സിലായി. അവരും വിശ്വനാഥനല്ലാതെ ഈ വീട്ടിലെ മറ്റാരെയും കണ്ടിട്ടില്ല. ഏന്തി വലിഞ്ഞ ആളിലേക്ക് നോക്കി ശബ്ദം കുറച്ചും പുരുഷോത്തമൻ പറയുന്ന സംശയത്തോടെയാണ് അരവിന്ദ് കേട്ടുകൊണ്ടിരുന്നത്. അമ്മാവനെന്താ ഈ പറഞ്ഞു വരുന്നത്? അതുകൊണ്ട് ഇപ്പൊ നമുക്കെന്താ അവിടെ ചെയ്യാൻ കഴിയാ? നിക്ക്, പറയുന്നില്ല. അത് ഞാനിപ്പോ കാണിച്ചു തരാം. സ്വല്പം റിസ്കാ, ഒത്താ ഒത്തു. അതും പറഞ്ഞുകൊണ്ട് അടുക്കള വാതിൽ വഴി പുരുഷോത്തമൻ നേരെ ആളിലേക്ക് നടന്നു. ഈശ്വര, ഇങ്ങനത് എന്തു ഭാവിച്ച അവള് നിക്കുകളവാ. അവന്റെ കിടികൊണ്ട് ചാവാതെ. ഒന്നാമതേ മനുഷ്യന്റെ പെടലി നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. പതുങ്ങി പറയുമ്പോഴും അരവിന്ദ് പുരുഷോത്തമനെ തടഞ്ഞുകൊണ്ട് പുറകെ തന്നെ വെച്ച് വിട്ടു. പക്ഷേ അന്നേരം തന്നെ പുരുഷോത്തമൻ ആളിലേക്ക് കയറി ചെന്നിരുന്നു. അയ്യോ സാറന്മാരെ, എന്റെ ഭാര്യ മക്കളെ ഒന്നും ചെയ്യല്ലേ. രാധാമണി, ഇനി എന്തിനാണ് ഈ നീ ഇവിടെ ഒളിച്ചു വെക്കുന്നത്? ആ വിദ്യ അങ്ങോട്ട് കാണിച്ചു കൊടുക്ക്. എന്നിട്ട് കാര്യങ്ങൾ ഈ സാറന്മാർക്ക് പറഞ്ഞു കൊടുക്ക്. പുരുഷോത്തമനെ അരവിന്ദനെ കണ്ടതും ഗുണ്ടകൾ കൂടുതൽ ജാഗരൂകരായി തന്നെ നിന്നു. ഇവരൊക്കെ പെട്ടെന്ന് എവിടുന്നായി പൊട്ടിമുളച്ചെന്ന പോലെ ഇടുപ്പിൽ നിന്നും ഷർട്ടിന് പുറകിൽ നിന്നും കത്തിയും വടിവാളും വീണ്ടും പുറത്തേക്ക് വന്നു. രഘുറാമിന്റെ മുഖം കൂടുതൽ വരിഞ്ഞു മുറുകി. രാധാമണി ആകെ സ്തബ്ധയായി നിൽപ്പാണ്. പുരുഷോത്തമനെ നാവിൽ നിന്നും വിദ്യ എന്ന പേര് കേട്ടതും വിദ്യക്ക് തലയുറ്റുന്ന പോലെ തോന്നി. അമ്മേ, പരിഭ്രമത്തോടെ അവൾ രാധാമണിയെ മുറുകെ പിടിച്ചു. ഏതാടാ നാറി നീ? നീയൊക്കെ ഇപ്പൊ ഇവിടുന്നാടാ പൊട്ടി മുളച്ചേ? കത്തി ഉയർത്തി പുരുഷോത്തമന് നേരെ കുതിച്ചു രഘുറാം. ഭയത്തോടെ രണ്ടടി പുറകിലേക്ക് വേച്ചുകൊണ്ട് കൈകളുയർത്തി തടഞ്ഞു അയാൾ. അയ്യോ, ഒന്നും ചെയ്യല്ലേ. ഞാൻ പുരുഷോത്തമൻ, വിശ്വനാഥന്റെ സുഹൃത്താ. ഇതെന്റെ അനന്തരവൻ അനന്തൻ. ഇവനും ഈ നിൽക്കുന്ന വിദ്യയും വർഷങ്ങളായിട്ട് പ്രണയത്തില്ല. വിവാഹം ഏതാണ്ട് ഉറച്ച മട്ടിരുന്നപ്പോഴാ വിശ്വനാഥന് ഈ അവസ്ഥ വന്ന്. വിശ്വനാഥന്റെ ആദ്യബന്ധത്തിലുള്ള മകളാ വിദ്യ. ഈ രണ്ട് പിള്ളേർ രാധാമണിയുടെ ആദ്യബന്ധത്തിലുള്ള, അതായത് എന്റെ മക്കൾ. ശരിക്കും ഞെട്ടിയത് വിവേകായിരുന്നു. എന്നിരുന്നാൽ പോലും എന്തർത്ഥത്തിലാണ് പുരുഷോത്തമൻ തന്റെ കൊച്ചേച്ചിയെ കാട്ടിക്കൊടുക്കാതെ വിദ്യവർക്ക് മുന്നിൽ ഇട്ടുകൊടുത്തെന്ന ചിന്തയിലായിരുന്നു വിവേക്. അതുകൊണ്ട് തന്നെ താൻ ഇയാളുടെ മകനിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറയാൻ തോന്നിയിട്ടും അവൻ മിണ്ടാതെ തന്നെ നിന്നു. തന്റെ കൊച്ചേച്ചി അപകടത്തിൽപ്പെടുത്താൻ വന്നവരാണ് മുന്നിൽ നിൽക്കുന്നത്. ഇവിടെ തികച്ചും താൻ മൗനം പാലിക്കേണ്ട അത്യാവശ്യമാണെന്ന് തോന്നിയവന്. നിങ്ങൾ ഞാൻ ഈ പറയുന്നത് വിശ്വസിക്കണം. ആര് ഏർപ്പാടാക്കിയ ഗുണ്ടകളാണ് നിങ്ങളെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ സത്യം ഇതാണ്, വിദ്യ ഒരിക്കലും വലിയ വീട്ടിലെ ചെക്കനെ മോചിച്ച് വരില്ല. ഞങ്ങൾക്ക് ആരുടെയും ഒന്നും വേണ്ട. രാജലക്ഷ്മിയുടെ കുടുംബം എവിടെയാണെന്ന് പോലും ഞങ്ങളോട് വിശ്വാസം പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്കത് അറിയാൻ വേണ്ട. ദൗത്യത്തിൽ നിന്നും പിന്മാറിയെന്ന പോലെ രണ്ടടി പിന്നിലേക്ക് വെച്ച് രഘുറാം. കൂടുതൽ പ്രശ്നമുണ്ടാക്കിയവരെ വെറുപ്പിച്ചാൽ കൊട്ടേഷൻ കൊടുത്ത ആരൊക്കെയാണെന്ന് ഇവർ തന്നെ മനസ്സിലാക്കും. മനസ്സിലാക്കിയാലും തനിക്കിപ്പോൾ ഒന്നുമില്ലെന്ന ഭാവത്തിൽ പുച്ഛത്തോടെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് രഘുറാം ചെവിയോട് ചേർത്തു. കേട്ടില്ലേ, എന്താ വേണ്ടേ? രഘുറാം ചോദിച്ചു. മധു രാജഗോപാൽ മുഖത്തോട് മുഖം നോക്കി. വിദ്യ, അതാണോ ആ പെണ്ണിന്റെ പേര്? ഓർമ്മ കിട്ടുന്നില്ല. മാൻഷിൽ ആരും പറഞ്ഞു കേട്ടുമില്ല. ഓർമ്മയിൽ എവിടെയോ രാജിയുടെ മകളുടെ പേര് തേടി അവർ. എങ്ങനെ അറിയാനാണ്? ഇനി ഇവിടെ നിന്ന് ഭീഷണി മുഴക്കി തങ്ങളെ കാട്ടിക്കൊടുക്കേണ്ടെന്ന് അവർക്കും തോന്നി. വർമ്മ കുടുംബത്തെക്കുറിച്ച് ഒന്നും അറിയാത്തവരെയാണ് തങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എല്ലാം മനസ്സിലായി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവർ മറികടനം ചാടാനുള്ള സാധ്യതയും കൂടുതലാണ്. വർമ്മ കുടുംബത്തിലെ അതിബുദ്ധിമാന്മാരായ മരുമക്കൾ അറിഞ്ഞിരുന്നില്ല കുപ്പത്തൊട്ടിയിലെ ബുദ്ധിശാലികളാണ് തങ്ങളുടെ മുമ്പിൽ തകർത്ത് അഭിനയിക്കുന്നതെന്ന്. ഒരു കാര്യം ചെയ്യേ, ഒരു താക്കീത് കൂടി കൊടുത്തിട്ട് തിരിച്ചു പോര്. ഇനി പ്രശ്നമൊന്നും വേണ്ട. രാജഗോപാൽ പറഞ്ഞ ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിലേക്ക് ഇട്ട് രഘുറാം. തൽക്കാലം ഞങ്ങൾ പോകുന്നു. ഈ പറഞ്ഞതിന് വല്ല മാറ്റം വന്ന അടുത്ത വരവിൽ നിന്റെയൊക്കെ തലയും കൊണ്ടായിരിക്കും ഞാൻ മടങ്ങാ. മനസ്സിലായോ? സുനാമി വന്നുപോയ പ്രതീതിയായിരുന്നു പിന്നീട് ആ വീട്ടിൽ. വിവേക് ഒഴികെയുള്ളവർ ഒരിക്കൽ കൂടി ഒത്തുകൂടി. തന്റെ മനസ്സിൽ വേരൂന്നി തുടങ്ങിയ ആശയം പങ്കുവെക്കാതെ വയ്യെന്നായി പുരുഷോത്തമന്. ഈ ബുദ്ധി വിജയിച്ചാൽ വന്നു ചേരാൻ പോകുന്ന ഒരുപക്ഷെ ഒരു കുഞ്ഞ് രാജയോഗം തന്നെ ആയിരിക്കണം. രുദ്രദേവർമ്മയുടെ വലിയ മാൻഷൻ മുമ്പിൽ പകച്ചുന്ന ഏക കൊട്ടാരം പോലെ കാണുന്ന വീട്. ഇവിടെ തനിക്ക് എന്താവും ജോലി എന്നായിരുന്നു അവിടെ മനസ്സിൽ. എവിടെയാണ് വരാൻ പറഞ്ഞെങ്കിലും ഒരുപക്ഷെ അവരുടെ ഓഫീസുകളിൽ എവിടെയെങ്കിലും ആയിരിക്കും തനിക്കായി ജോലി കണ്ടുവച്ചിരിക്കുന്നത്. തന്നെയുള്ള നന്ദി പ്രകടിപ്പിക്കാനായിരിക്കണം ഈ വലിയ വീട്ടിലേക്ക് തന്നെ ക്ഷണിച്ചിട്ടുണ്ടാവുക. ഫോൺ കയ്യിലെടുത്ത് രുദ്രദേവിന് നമ്പർ ഡയൽ ചെയ്ത് ചെവിയോട് ചേർത്തു ഏക. അങ്കിൽ ഞാനിവിടെ എത്തി. പുറത്ത് ഗാർഡ്സൊക്കെ നിൽക്കുന്നുണ്ട്. ഞാനെന്താ വേണ്ടേ? ഏക എത്തിയെന്നറിഞ്ഞതും രുദ്രദേവർമ്മയുടെ ചൊടികളൊന്ന് വിടർന്നു.
ഓ, ഇത്ര രാവിലെ തന്നെ എത്തുമെന്ന് ഞാൻ കരുതിയില്ല. സോറി മോളെ, ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. ചെറിയൊരു വാക്കിങ്. ഇപ്പോൾ എത്തും കേട്ടോ, ഒരു 5 മിനിറ്റ്സ്. ഒരു കാര്യം ചെയ്യേ, ഗാർഡ്സിന്റെ ആരെങ്കിലും കയ്യിലൊന്ന് ഫോൺ എടുത്തേ. ഗേറ്റ് മുമ്പിൽ നിന്ന് ഗാർഡിന് നേരെ അവൾ തന്റെ ഫോൺ നീട്ടി. ആദ്യമൊന്ന് സംശയിച്ചെങ്കിലും ഫോണിൽ നോക്കി നമ്പർ കാണേ പെട്ടെന്ന് തന്നെ അയാൾ ഫോൺ കയ്യിൽ വാങ്ങി. മറുവശത്ത് നിന്ന് പറയുന്ന അയാൾ ബഹുമാനത്തോടെ തന്നെ മൂളിക്കേട്ട് മറുപടി പറഞ്ഞു. ഒരു അതേ കൂട്ടിക്കൊണ്ടുവന്ന സാറ് പറഞ്ഞു. അയാൾ പറഞ്ഞു ഫോൺ കയ്യിൽ വാങ്ങിയ അയാളുടെ പിന്നാലെ നടന്നു. ഗേറ്റിനുള്ളിലേക്ക് കടന്നു ഏകയുടെ കണ്ണു മിഴിഞ്ഞു. ഇരുവശങ്ങളിലും മനോഹരമായ പൂന്തോട്ടമാണ്. മാൻഷൻ ലക്ഷ്യമാക്കി നടക്കുമ്പോൾ അവളുടെ കണ്ണുകൾക്ക് വിശ്രമം നഷ്ടപ്പെട്ടിരുന്നു. ഭംഗിയുള്ളതൊന്നും ആദ്യമായിട്ടല്ല അവൾ കാണുന്നു. ബാംഗ്ലൂർ ജോലി ചെയ്യുമ്പോൾ സെലിബ്രിറ്റികളുടെ കൊട്ടാരങ്ങൾ പലതും അവൾ കണ്ടിട്ടുള്ളതാണ്. പലപ്പോഴും സെക്യൂരിറ്റി ഗാർഡായി അവരുടെ ബെഡ്റൂം വരെ പോയിട്ടുമുള്ളതാണ്. എന്നിരുന്നാൽ പോലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നേരിൽ കാണുമ്പോൾ കൗതുകം തോന്നുന്നു അതിശയമൊന്നുമല്ലല്ലോ. വലിയ ആളിലേക്ക് കടന്നതും പൂജാമുറിയിൽ നിന്ന് മണിനാഥം മുഴങ്ങുന്ന കേൾക്കാമായിരുന്നു. മാൻഷന് ചേരാത്തവണ്ണം കർപ്പൂരത്തിന്റെയും ചന്ദനത്തിന്റെയും സുഗന്ധം അവിടമാകെ നിറഞ്ഞു നിന്നിരുന്നു. ഹാളിൽ നിന്ന് അല്പം മാറി കിഴക്ക് ഭാഗത്തായി മഞ്ഞപ്രകാശം പ്രതിഫലിക്കുന്ന മുറിയുടെ വാതിൽക്കിലേക്ക് അവൾ നോട്ടമറിഞ്ഞു. അതൊരു പൂജാമുറിയാണെന്ന് ഒറ്റ നോട്ടിൽ തന്നെ അയാൾക്ക് മനസ്സിലായി. ഇരച്ചു തുമിച്ചു വരും പോലെ എന്തോന്ന് പാഞ്ഞു വരുന്ന കണ്ടിട്ടാണ് അവൾ സ്റ്റെയർ ഭാഗത്തേക്ക് നോക്കിയത്. ഒന്നല്ല 3 പെൺകുട്ടികളാണ് ചാടിത്തുള്ളി ഇറങ്ങി വരുന്നത്. 2 പേർ ചുരിദാറാണ് വേഷമെങ്കിൽ ഒരാൾ ദാവണിയാണ് ധരിച്ചിരുന്നത്. ഏകയെ കണ്ടിട്ടും കണ്ട ഭാവം നടിക്കാതെ 2 നേരെ പൂജാമുറി ലക്ഷ്യമാക്കി ഓടി. പിന്നാലെ ഓടിയ ദാവണിക്കാരി പെൺകുടി മാത്രം മുഖത്ത് നോക്കി മന്ദസ്മിതം തൂകി വീണ്ടും ലക്ഷ്യസ്ഥാനത്തേക്ക് തന്നെ ഓടി. രാധികയും പ്രിയയും വർഷയും ജാനകിവർമ്മയെ പ്രീതിപ്പെടുത്താനുള്ള ശ്രമം ഇന്നും മുടക്കിയിട്ടില്ല. പോരാട്ട വീര്യ അവസാന നിമിഷം വരെയും ചോരാൻ പാടില്ലല്ലോ. ചിലപ്പോൾ ബിരിയാണി കിട്ടിയാലോ എന്നൊരു പ്രതീക്ഷയിലാണ് മൂവരും. ഏകയെ അവരെ തന്നെ നോക്കി നിന്നു. എത്ര അടക്കവും ഒതുക്കമുള്ള പെൺകുട്ടികളാണ്. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറിയിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്ന സ്വഭാവം തനിക്ക് പോലുമില്ല. നല്ല സുന്ദരികൾ. പൂജാമുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന തലനരച്ച സ്ത്രീയിലേക്ക് ഏകയുടെ കണ്ണുകളുടക്കി. മുന്നിൽ തൊഴുകയോടെ നിൽക്കുന്ന രാധികയും വർഷയും പ്രിയയും വകവെക്കാതെയാണ് ഇപ്രാവശ്യം ജാനകിവർമ്മ ഹാളിലേക്ക് നടന്നത്. കണ്ടും കേട്ടും മടുത്തു. ഇങ്ങനെയൊന്നും വന്നിരുന്നിട്ട് ഒരു കാര്യമില്ലെന്ന് ദിവസവും പറയുന്നതാണ്. എത്ര പറഞ്ഞാലും 3 കേൾക്കില്ല. ഏകയെ കണ്ടതും സംശയഭാവത്തിൽ തന്നെ പതിയെ നടന്നെന്ന് അവളുടെ മുന്നിലായി നിന്ന് ജാനകിവർമ്മ. കുട്ടി ഏതാ ചോദിക്കുമ്പോൾ അവൾ പുറത്തേക്കൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഏക തന്റെ വാച്ചിലേക്ക് നോക്കി. സമയം 7 മണിയായിട്ടേ ഉള്ളൂ. ഇത്രയും രാവിലെ തന്നെ ഇവിടെ വന്ന് നിൽക്കാൻ ഇവിടെ ഏതാ എന്നാവും ഈ മുത്തശ്ശി ചിന്തിച്ചുണ്ടാവോ എന്ന് ഓർത്തു ഏക. ഞാൻ അങ്കിൾ അല്ല രുദ്രദേവ് സാർ പറഞ്ഞിട്ട് വന്നാ. ഒരു ജോലി ശരിയാക്കാൻ സാറ് പറഞ്ഞിരുന്നു. വിനയത്തോടെ തന്നെ ഏക പറയുമ്പോൾ സംശയഭാവത്തിൽ ഒരിക്കൽ കൂടി നോക്കി ജാനകി. അവരുടെ കണ്ണിൽ പെട്ടെന്നൊരു തിളക്കം കണ്ടു അവൾ. എന്റെ രുദ്രൻ രക്ഷിച്ച കുട്ടി അത് മോളാണോ? പ്രതീക്ഷയോടെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവർ ചോദിച്ചു. ആ മിഴികളിലെ നീർത്തിളക്കം ഏകയിൽ ചെറുപുഞ്ചിരി പടർത്തി. ആദ്യമുണ്ടായിരുന്ന അപരിചയത്തിന്റെ മറ പതിയെ അഴിഞ്ഞു വീഴുകയായിരുന്നു. ഇവിടെ ആർക്കൊക്കെയോ തന്നെ അറിയാം. ആ ഒരു തോന്നൽ അവളെ കൂടുതൽ സഹജമാക്കി. ഞാൻ രക്ഷിക്കാൻ മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ല. പെട്ടെന്ന് അങ്കിളുടെ അവസ്ഥയിൽ കണ്ടപ്പോ ഞാൻ സഹായിച്ചെന്നേ ഉള്ളൂ. പറഞ്ഞു കഴിഞ്ഞില്ല. അതിനു മുന്നേ തന്നെ അവരവരെ വാരി പുണർന്നു. ആ പ്രതീക്ഷിത സ്നേഹത്തിൽ ഏകയൊന്ന് പകച്ചുപോയി. ഏകയുടെ തോളിൽ നിന്ന് ബാഗ് ഊർന്ന് താഴേക്ക് വീണു. ആ കാഴ്ച കണ്ടുകൊണ്ടാണ് രുദ്രദേവ് വർമ്മ അകത്തേക്ക് കയറി വന്ന്. അദ്ദേഹത്തിന്റെ ചുണ്ടിലും ആ നിമിഷം വിരിഞ്ഞു സന്തോഷമരതല്ലുന്നൊരു പുഞ്ചിരി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.